ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഉച്ചയ്ക്ക് ചോറാണല്ലോ നമ്മൾ കഴിക്കുന്നത്. ഇന്നൊന്ന് വ്യത്യസ്തത പിടിക്കാമെന്ന് കരുതി ഇന്ന് നമ്മൾ കപ്പ വേവിച്ചതും തലക്കറിയും കൂടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്ന് മീൻ വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ ഒരു തലയുണ്ടായിരുന്നു. ഒരു 3 കിലോ വലിപ്പമുള്ള ഒരു തലയായിരുന്നു. അതൊന്ന് പീസാക്കി തരാൻ പറഞ്ഞപ്പോൾ ഓക്കെ, അവർ പീസാക്കി തരാമെന്ന് പറഞ്ഞു. എല്ലാം വൃത്തിയാക്കിയാണ് അവർ തന്നത്. മീനിൻ്റെ പൂവൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി പീസാക്കി അവർ തന്നിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇന്ന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇല്ല കറി വയ്ക്കാൻ. കാരണം മുളക് രാവിലെ വാങ്ങിക്കൊണ്ടുവന്ന് കഴുകി വെയിലത്തിട്ടിട്ടേ ഉള്ളൂ, അത് ഉണങ്ങിയിട്ടില്ല. എന്നാൽ പിന്നെ ഇന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് മുളകും മല്ലിയൊക്കെ ചൂടാക്കി അരച്ചെടുക്കാമെന്ന് കരുതി. അപ്പം കുറച്ച് മുളക് എടുത്തുകൊണ്ട് വന്ന് ചെറിയ പീസാക്കി മുറിച്ച് ഒരു ചട്ടിയിലിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ മല്ലിയും കുരുമുളകും ഉലുവയും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ അത് അവിടെ നിന്ന് തണുക്കട്ടെ, എന്നിട്ട് ഞാൻ അരച്ചുകൊണ്ട് വരാം. അപ്പോൾ നമുക്കിനി കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ചട്ടി അടുപ്പിലോട്ട് വെച്ചു. ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു. കടുവിൻ്റെ കൂടെ ഒരു കറിവേപ്പിലയാണ് ഇവിടെ ഇട്ടത്, വേറെയൊന്നുമല്ല. ഇത്തിരി ഉലുവയിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതാണ്. ഇത്തിരി നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം കറിക്ക് ഇത്തിരി കൊഴുപ്പ് വേണമല്ലോ, അതുകൊണ്ട് തന്നെ ഇത്തിരി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. മുളകിന് തീരെ എരിവുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂട്ടെല്ലാം നന്നായി മൂത്തിട്ടുണ്ട്. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ കണ്ടല്ലോ, മുളക്, മല്ലി, ഉലുവ, പിന്നെ ഇത്തിരി കുരുമുളക്, അതിൻ്റെ കൂടെ ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താണ് അരച്ചത്. ഇനി നന്നായി അരപ്പിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ എണ്ണയിലിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. മൂപ്പിച്ചരച്ചത് കൊണ്ട് തന്നെ കുഴപ്പമില്ല, എന്നാലും നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴന്ന് കിട്ടട്ടെ. അതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, പിന്നെ വടക്കംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ തക്കാളി. ഇനി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. തക്കാളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായി വഴന്ന് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് കിട്ടണം. പച്ചമണമൊക്കെ മാറി നന്നായി വഴന്നതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ കറിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത്തിരി വെള്ളം തിളപ്പിച്ച് വെച്ചിരുന്നാൽ നമുക്ക് അതെടുത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ആവശ്യത്തിന് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറി ഒന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായി വെട്ടി തിളയ്ക്കട്ടെ. വെട്ടി തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ തല ഇട്ട് കൊടുത്താൽ മതി. കറി ദാണ്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ കഷ്ണങ്ങൾ പെറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയ പീസാക്കിയാണ് മുറിച്ച് കിട്ടിയത്. നമ്മളതിലേക്ക് പെറുക്കിയിട്ട് കൊടുത്ത് ഇനി നന്നായി ഒന്ന് വെട്ടി തിളയ്ക്കണം. വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് നമ്മുടെ മീൻകറി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിയിൽ ഉപ്പോ പുളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നോക്കണം. കുറച്ച് കറിവേപ്പില വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ തന്നെ കറിവേപ്പില ആയതുകൊണ്ട് ആവശ്യത്തിന് നമ്മൾ ചേർക്കുന്നുണ്ട്. മരുന്നൊന്നും അടിച്ച കറിവേപ്പിലയല്ല, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ സെറ്റാണ്. സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ തലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തലക്കറി മാത്രം പോരല്ലോ, കൂടെ കപ്പയും വേണമല്ലോ. കപ്പയും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് പൊളിച്ച് ഒന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്കറിലേക്ക് വെക്കുന്നുണ്ട്. ഒറ്റ വിസിൽ കേൾപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം തന്നെ കപ്പ വെന്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് ഒന്നുകൂടെ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഉപ്പ്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി ഇട്ട് ഇനി നന്നായി നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാണ്. കപ്പയും തലക്കറിയും. എന്നും ചോറല്ലേ നമ്മൾ കഴിക്കുന്നത്. എന്നും ചോറ് കഴിച്ച് നമ്മൾ മടുത്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇന്നൊരു വെറൈറ്റി പിടിക്കാമെന്ന് കരുതിയാണ് കപ്പയും തലക്കറിയും ഉണ്ടാക്കിയത്. അപ്പോൾ അതിന് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ വിളമ്പുന്നത് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഒരു വാഴയില വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് കഴിക്കാവുന്ന ആവശ്യത്തിനുള്ള കപ്പ ഇട്ട് കൊടുക്കാം. നമ്മൾ 3 പേരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇച്ചിരി കൂടുതൽ വിളമ്പി കൊടുക്കുന്നുണ്ട്. 3 പേർ കൂടെ ഒന്നിച്ചിരുന്ന് അങ്ങ് കഴിക്കാമെന്ന് കരുതി. അപ്പം കപ്പ ആവശ്യത്തിന് വിളമ്പി കൊടുത്തു. ഇനി അതിലേക്ക് നമുക്ക് തലക്കറി വെച്ച് കൊടുക്കാം. ഒരു 2 പീസ് കഷ്ണവും ഇത്തിരി ചാറുവഴിയും വെച്ച് കൊടുക്കുന്നുണ്ട്, ക്യാമറയിൽ കാണിക്കാൻ വേണ്ടി മാത്രം. പിന്നെ നമ്മൾ ഇത് കാണിച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് കപ്പയും കറിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ച് ഗ്രേവിയും കൂടെ ഒഴിച്ച് കൊടുക്കാം. കപ്പയൊന്ന് കുതിരട്ടെ. പിന്നെ ഭംഗിക്ക് വേണ്ടി ഞാൻ അതിലേക്കൊരു കറിവേപ്പിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഒക്കെ എടുക്കുമല്ലേ, ഇത്തിരി ഭംഗി ഇരുന്നോട്ടെ എന്ന് കരുതി. അപ്പോൾ അതാണ്ട് ഒരു പച്ച കറിവേപ്പിലയാണ് ഭംഗിക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്തപ്പോഴേ മോൻ പറഞ്ഞ്, അമ്മ എന്തിനാ അമ്മേ പച്ച കറിവേപ്പില വെച്ചത്, കാണാനൊരു ഭംഗിയില്ലെന്ന്. നിങ്ങൾ പറ, കാണാൻ ഭംഗിയുണ്ടോ എന്ന്.
ഞാൻ നല്ലൊരു കറിവേപ്പില തണ്ടൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ വിഭവങ്ങൾ റെഡിയാണ്. കപ്പയും തലക്കറിയും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. തലക്കറിക്ക് നല്ല ഫ്രഷ് തലയായതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റായിരുന്നു നമ്മുടെ തലക്കറിക്ക്. കൂട്ടത്തിൽ കപ്പയും പറയണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.